വല്ലദീന സബറു ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിം, ക്ഷമിക്കുമ്പോൾ എങ്ങനെ ക്ഷമിക്കണമെന്നറിയോ? ക്ഷമ പലജാതി ക്ഷമയുണ്ട്. ഇമാമിങ്ങൾ പറയാണ്, ഒരു ക്ഷമ എങ്ങനെയാണെന്നറിയോ? ലിയുഖാല മാ അക്മല സബ്റഹു വഅസദ്ദ ഖുവ്വതഹു അലാ തഹമ്മുലിൻ നവാസിൽ. ചിലരുടെ ക്ഷമ എങ്ങനെയാണെന്നറിയോ? ചിലരുടെ ക്ഷമ അത് മാ അക്മല സബ്റഹു, എന്തൊരു ക്ഷമയുള്ള ആളാന്ന് പറയാൻ വേണ്ടിയുള്ള ക്ഷമ, നല്ല ക്ഷമയുള്ള ആളാണെന്ന് പറയാൻ വേണ്ടിയുള്ള ക്ഷമ. എന്താണ്? ഏത് പ്രശ്നം വന്നാലും മൂപ്പർ കുലുങ്ങൂല എന്ന് പറയാൻ വേണ്ടിയുള്ള ക്ഷമ. ആ ക്ഷമ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ക്ഷമയല്ല, ആളുകൾ പറയാൻ വേണ്ടിയുള്ള ക്ഷമയാണ്. രണ്ടാമത്തത് ആളുകൾ കുറ്റം പറയും, അയാൾ ക്ഷമിക്കാൻ തയ്യാറായില്ല, അതിന് ആളുകൾ കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയുള്ള ക്ഷമ. മൂന്നാമത്തെ ക്ഷമ അതെ, നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, സൈക്കിൾ നിന്ന് വീണ ചിരി എന്ന് പറയലുണ്ട്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ വീണ് വേറെ നമ്മൾ ആ ശത്രുക്കൾ കണ്ടിട്ട് അവര് സന്തോഷിക്കും, അതുകൊണ്ട് വീണ് അറിയണ്ടെന്നുള്ളൊരു ക്ഷമ ഉണ്ടല്ലോ. അപ്പോ ശത്രുക്കൾ സന്തോഷിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ക്ഷമ, അങ്ങനെ ഒരു ക്ഷമ ഉണ്ട്. പിന്നെയോ ഇമാമിങ്ങൾ പറയാണ്, ഈമാനും ഇല്ല ഇസ്ലാമും ഇല്ലാത്ത ആൾക്കാർ ക്ഷമിക്കുന്നില്ലേ? പടച്ചവനില്ല എന്ന് പറയുന്നവനും അതാ അമ്മ മരിക്കുമ്പോ അച്ഛൻ മരിക്കുമ്പോ മക്കൾ മരിക്കുമ്പോ ക്ഷമിക്കുന്നില്ലേ? ആ ക്ഷമ എന്താണ്? ക്ഷമിക്കുമല്ലാണ്ട് യാതൊരു നിവൃത്തിയില്ല, ക്ഷമിക്കല്ലാതെ നിവൃത്തിയില്ല എന്ന നിലക്കുള്ള ക്ഷമ, ഇതൊരു സൈസ് ക്ഷമയാണ്. അങ്ങനെയുണ്ടൊരു ക്ഷമ. എന്നാൽ ഇമാമിങ്ങൾ പറയാണ്, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഫല്ലിൻസാനു ഇദാ താബി സബരി അലി ഹാദിഹിൽ വുജൂഹി, ഈ പറഞ്ഞ സംഗതികൾക്ക് വേണ്ടി വല്ലവനും ക്ഷമ കൊണ്ടുവന്നാൽ ലം യകുൻ ദാലിക ദാഖിലൻ ഫീ കമാലിൻ നഫ്സി വസആദത്തിൽ ഖൽബി, അത് ഹൃദയം ശുദ്ധിയായതിന്റെ പേരിലോ മനുഷ്യൻ സംസ്കരിക്കപ്പെട്ടതിന്റെ പേരിലോ ഉള്ള അതിന്റെ പൂർണ്ണദശയിലുള്ള ക്ഷമയല്ല. പിന്നെയോ ക്ഷമ എങ്ങനെയാകണം? അമ്മായിദാ സബറ അലൽ ബലായി, ഏത് മുസീബത്ത് വരുമ്പോഴും ഏത് സൽക്കർമ്മത്തിന് വേണ്ടിയും ഒരാൾ ക്ഷമിക്കുന്നു. ലിഇൽമിഹി, അദ്ദേഹത്തിനൊരു ബോധ്യമുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ബോധ്യം? ബി അന്നദാലികൽ ബലാഅ ഖിസ്മത്തുൻ ഹകമ ബിഹൽ ഖസ്സാമുൽ അല്ലാബുൽ മുനസ്സഹു അനിൽ ലഈബി വൽ ബാതിലി വസ്സഫഹി. എനിക്ക് ഈ സംഭവിച്ചത് ആരിൽ നിന്ന് കിട്ടിയതാണ്? അതെ, ഞാൻ ഉറച്ചു വിശ്വസിച്ചതാണ്. ഈമാൻ കാര്യത്തിൽ ആറാമത്തേതാണ് വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, സർവ ഖൈറും ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ്, അല്ലാഹുവിങ്കൽ നിന്നാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം, ആ മുസ്ലിം ക്ഷമിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഇത് തന്നതെന്റെ റബ്ബാണല്ലോ. സുബ്ഹാനല്ലാഹ്. അതേ, ഉമ്മാന്റെ വയറ്റിൽ കിടത്തിയിട്ട് ഭക്ഷണം തന്ന റബ്ബാണല്ലോ, എനിക്ക് മുലപ്പാല് തന്ന റബ്ബാണല്ലോ, എന്നെ സംരക്ഷിച്ച റബ്ബാണല്ലോ. ആ റബ്ബല്ലേ ഈ മുസീബത്തും തന്നത്, ആ റബ്ബല്ലേ എനിക്ക് ഈ പ്രശ്നം തന്നത്. അതുകൊണ്ട് ഞാൻ ആ റബ്ബ് തന്നതാണെന്ന നിലയ്ക്ക് അവനോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനാദരവ്, അവനോടുള്ള അങ്ങേയറ്റത്തെ ആരാധ്യ മനസ്ഥിതി, ആ മനസ്ഥിതിയുടെ പേരിൽ അദാബി അന്നദാലികൽ ബലാഅ ഖിസ്മത്തുൻ ഹകമ ബിഹൽ ഖസ്സാമുൽ അല്ലാമുൽ മുനസ്സഹു അനിൽ ഐബി വൽ ബാതിലി വസ്സഫഹി ബൽ ലാ ബുദ്ദ അൻ തകൂന തിൽകൽ ഖിസ്മത്തു മുസ്തമിനതൻ അലാ ഹിക്മത്തിൻ ബാലിഗത്തിൻ വമസ്ലഹത്തിൻ റാജിയത്തിൻ വറളിയ ബിദാലിക. അല്ലാഹയല്ലേ തന്നത്, അതിനെന്തോ ഒരു മസ്ലഹത്തുണ്ടാകും, അതിനെന്തോ ഒരു ഗുണമുണ്ടാകും. ഗുണം ഞാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല, അതറിയുന്നവൻ എൻ്റെ റബ്ബ്
റബ്ബല്ലേ, ആ റബ്ബ് തന്നതല്ലേ, അതുകൊണ്ട് ഞാനതിൽ ഒരു പൊറുതികേടും എനിക്കില്ല, ഞാനത് പൂർണ്ണമായി തൃപ്തിപ്പെട്ടു. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, വറള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. അല്ലാഹു തആല നിനക്ക് അംശയിച്ചു തന്നത് എന്താണോ നിന്റെ ജീവിതത്തിൽ, അതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടോ. തകുൻ അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യമുള്ളവൻ നീയായിരിക്കും. അല്ലാഹു തരുന്നത് തൃപ്തിപ്പെടുക. അത് രോഗമാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, എന്ത് നഷ്ടമാകട്ടെ, ഏത് അപമാനമാകട്ടെ, എൻ്റെ റബ്ബ് തന്നതല്ലേ എന്ന നിലക്ക് തൃപ്തിപ്പെടുക. ആ തൃപ്തിയോടുകൂടിയുള്ള ക്ഷമയാണല്ല പറയുന്നത്. വല്ലദീന സബറു, ക്ഷമിച്ചവരാണ്, ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് അതിനു വേണ്ടി ക്ഷമിച്ചവരാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുഖ്റൂഫ് എന്നുണ്ട് സൂറത്തുണ്ട്. എന്താണ് ആ സൂറത്തിൽ സുഖ്റൂഫ് എന്ന് പേര് വരാൻ കാരണം? അല്ലാഹ് പറയാണ്, എല്ലാവരും മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി. അങ്ങനെയായി പിന്നെ അല്ലാഹ് നരകം പഠിച്ച വെറുതെ ആവൂലേ? അപ്പോ അങ്ങനെ ആകണ്ടെന്നല്ല എൻ്റെ തീരുമാനമാണ്. അവൻ്റെ ഇഷ്ടമല്ലേ, അവൻ്റെ ലോകത്ത് അവൻ്റെ തീരുമാനം, അവൻ്റെ ഇഷ്ടമല്ലേ, നമ്മളാ തീരുമാനിക്കേണ്ടത് അവനല്ലേ. അതുകൊണ്ട് ഈമാനുള്ള ആളുകൾക്ക് മുഴുവനും നമ്മൾ ഞെരുക്കവും ബുദ്ധിമുട്ടും കൊടുക്കുന്നില്ല. എന്നാൽ ഈമാനും തഖ്വയുള്ളവർക്കൊക്കെ സുഖം അങ്ങനെയും കൊടുക്കുന്നില്ല. ചിലപ്പോ മുഅ്മിനീങ്ങൾക്കും കൊടുക്കും നല്ല സുഖം, ഈമാനില്ലാത്തവർക്കും കൊടുക്കും സുഖം. മുഅ്മിനീങ്ങൾക്കും കൊടുക്കും പണം, അല്ലാത്തവർക്കും കൊടുക്കും പണം. എല്ലാം ആരോഗ്യം എല്ലാവർക്കും കൊടുക്കും. വെറും ഒരു കൂട്ടർക്ക് മാത്രം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ കൂട്ടറല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ? അങ്ങനെയാവൂല, എല്ലാം കൊടുക്കും. ഇത് പറയുന്ന ഒരു സൂറത്താണ് സൂറത്തു സുഖ്റൂഫ്. അത് പറയാൻ ഇവിടെ സമയം ഇല്ല. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമുക്ക് നാദാപുരത്ത് പറയാം.